ഹലോ മല്ലൂസ്, ഇത് വീണ്ടും ഒരു സൺഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടേക്കാ പോണെന്ന് വെച്ചാല് ഞങ്ങൾ ഇതാ ഒരു സ്പോട്ട് പുതിയത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്റെ എല്ലാ കുന്തളിപ്പിനും എന്റെ കൂടെ നിന്ന് റിയ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും അവിടേക്ക് പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ ഓടിച്ചാടി വരുന്ന ആളാണ് കേട്ടോ റിയ. അപ്പൊ ഞങ്ങൾ വീഡിയോക്കും വേണ്ടിയാണ് കെട്ടിപ്പിടിച്ചത്, അല്ലാതെ സ്നേഹം ഉണ്ടായിട്ടല്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ഇതാ കുറെ ആയിട്ട് കണ്ടതുകൊണ്ട് കുറെ ആളെ കുറ്റവും കുറവൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ഓട്ടോക്കാരോട് ബാർഗിൻ ചെയ്ത് പൈസ കുറവാക്കാൻ പറ്റുമോ ഓക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നോട് 200 റുപ്യ 200 റുപ്യം കൊടുത്ത് പോരുന്ന ആളാണ് ഞാന്. അപ്പൊ ഏതായാലും ഞങ്ങളുടെ അവിടെ എത്താനായിക്കണ്. സ്പോട്ട് പറയുന്നത് വേറെ നല്ല ഫിഷ് ക്യാമ്പാണ് കേട്ടോ. ഫിഷിന് ഫുഡ് ഇടാൻ വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങാൻ പോയപ്പോ ഇയാൾ മറ്റേ നമ്മളെ സസ്പെക്ട് നോക്കണമാതിരി നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ബിസ്ക്കറ്റ് വാങ്ങിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോ ആദ്യം മീനുകളൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആ സങ്കടത്തിൽ അതിന് 2 ബിസ്ക്കറ്റ് എടുത്ത് ഞാൻ തിന്നു. മീനിന് ഫുഡ് ഉണ്ടോ ഇല്ല, ഞമ്മക്ക് ഫുഡ് ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഒന്നും കൂടെ വട്ടം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കണ്ട് ഒന്നും കൂടി ഇട്ടപ്പോ ആദ്യത്തെ ഒന്നും വന്നില്ലെങ്കിലും പിന്നെ വന്ന് തിന്നു. പിന്നെ ഫുൾ ഇടലായി. പിന്നെ മനസ്സിലായത് ബിസ്ക്കറ്റ് അല്ലാതെ അങ്ങോട്ട് ബ്രെഡാണ് മീന് കൂടുതൽ ഇഷ്ടമാണ്. കാരണം അപ്പുറത്തോട് ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ ആർത്തിമൊത്ത കുട്ടികൾ ചക്കക്കൂട്ടം കണ്ടമാതിരി കാട്ടണം കേട്ടോ. പിന്നെ അതും കണ്ട് കുറച്ച് മുന്നിക്ക് പോയപ്പോഴാണ് ഇത് പാമ്പാണോ നീർക്കോലിയാണോ എന്താണെന്നറിയില്ല, ഏതായാലും ഞങ്ങൾ അവിടുന്ന് കണ്ടു. അവിടുത്തെ ആൾക്കാർ പറയണത് കാണല് ഭാഗ്യാണെന്ന്, എന്താണാവോ. പിന്നെ നല്ലോണം പരിക്ക് എത്തിയാൽ മതി. പിന്നെ അടുത്ത് തന്നെ ഒരു ടിബറ്റ് ക്യാമ്പും കൂടെ പോവാന്ന് പറഞ്ഞാണ്ട് 5 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തിച്ചു കേട്ടോ. ഒന്നല്ല ഗൈസ്, 3 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്. അവിടെ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. എന്നിട്ടുള്ള ചെറിയ വണ്ടിയില്ലേ താഴെ കുറച്ച് പൂ വരച്ചുകൊണ്ടുള്ള തലയൊക്കെ എടുത്തൊരു രസം പറഞ്ഞപ്പോ അവിടെ എത്തുന്ന തട്ടിക്കളയാതെ അവള് പോവുകയും കേട്ടോ. കിട്ടുന്ന സ്ഥലത്ത് നല്ല ചപ്പും ചവറും ഒക്കെ വാരിക്കണേ. പിന്നെ ഞങ്ങൾ നടന്ന് അവസാനം എത്തിക്കിട്ടിയാൽ മതി എന്ന് തോന്നി. പിന്നെ എന്റെ ഫേവററ്റ് താറ് പോകട്ടോ. ഇതെന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ ഇത് വാങ്ങണം എന്നുള്ളത്. നടക്കൂല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തി. നടന്ന ക്ഷീണത്തിലൊന്നും കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ആ മെനു കാർഡിൽ നോക്കിയിട്ട് ഏതൊന്നും മനസ്സിലാവണില്ല. പിന്നെ ഏകദേശം കയ്യിൽ കിട്ടിയതൊക്കെ ഓർഡർ ചെയ്ത് ഒരു അരമണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം സാധനം കയ്യിലെത്തിക്കണ്. ഓർഡർ ചെയ്തത് പാളിയിട്ടില്ല ഗൈസ്, വാങ്ങിയതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ കൊടുക്കുന്ന പൈസക്ക് വേർത്തും കൂടിയാണ്. അപ്പൊ ഇതിന്റെ പേരൊന്നും പറഞ്ഞാൽ ഞാൻ കൊളാക്കണില്ല, കാരണം തൊള്ളയിൽ കൊള്ളാത്ത പേരാണ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് വായിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ മൊജിറ്റോൻ പറഞ്ഞു, പിന്നെ എന്റെ അടുത്ത് വേറെ എന്തോ ഒരു സാധനം കേട്ടോ, ഇതിന്റെ പേര് ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ മേലുണ്ടായ ബുൾസയൊക്കെ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് അകത്താക്കിനു. നമുക്ക് പിന്നെ ഒന്നും തിന്നൂലെന്നല്ലോ, കിട്ടിയൊക്കെ തിന്നും. അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് നമ്മൾ അവിടുന്ന് രാത്രി ആയിട്ട് പെരുന്ന് വിളി തുടങ്ങി എവിടെ വെച്ചെങ്ങാണ്ട്. പിന്നെ ഓട്ടോയും കയറി ഓളെ ഇറക്കാളെ സ്ഥലത്തുനിന്നോ ഇറക്കിങ്ങാണ്ട് ഉമ്മച്ചക്ക് ഒരു ഗോപിയും ഇതൊക്കെ വാങ്ങി. ഞാനും എന്റെ ചാനലിലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.